ഞാൻ വന്നേക്കാണ് നമ്മുടെ നാച്ചുറൽ ട്രിക്സ് ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വേറെ നാട്ടല്ലേ, നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിൽ ഈസി മോഡിട്ടാണ് മൈൻക്രാഫ്റ്റ് ട്രയലാണ്. അതിൻ്റെ ഈസി മോഡിട്ടാണ് നമ്മൾ കളിക്കുന്നത് ഇപ്പോൾ ഗൈസ്. ഓക്കെ ആദ്യം നമുക്കിപ്പോൾ അവിടെ കോഴികളെ പിടിക്കണം ഗൈസ്, കോഴി. പിന്നെ നമ്മുടെ ഇത് വേണം നമുക്ക്. മൈനല്ല കേവായിരുന്നു ഗൈസ്. ഇങ്ങോട്ട് തട എന്നെ മീറ്റട ശുദ്ധി പോയി. എവിടെ പോയി ഞാൻ? എവിടെ ചാടി അവൻ? അതാണ് പോണത്. അവനല്ലേ അവൻ. ഗൈസ് നമുക്ക് വുഡ്സൊക്കെ ആ സൈഡിലാണുള്ളത്. സോ നമുക്ക് ആ സൈഡിൽ പോണത് ഇവിടെ നിന്ന് വുഡ് കിട്ടാൻ നോക്കണം ഗൈസ്. എവിടെയെങ്കിലും വില്ലേജാണ്. അതെ വില്ലേജ്. അപ്പം എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് വെറുതെ വുഡ് പറയാൻ പോണത്? നമുക്കിവിടെ തന്നെ വില്ലേജ് ഉണ്ടല്ലോ. യെസ് ഗൈസ്, അവിടെ തന്നെ വില്ലേജ് ഉണ്ട് ഗൈസ്. നമുക്ക് വീട്ടുകളിൽ നിന്ന് നമുക്ക് ഗൈസ് അറിയാലേ, അതന്നെ വുഡ് പൊട്ടിച്ചിട്ട് ഗൈസ്. വുഡല്ല, നമുക്ക് തൽക്കാലം ഐ വാണ്ട് എ ഹൗസ്. വിച്ച് ഹൗസ് ഐ വിൽ ചൂസ്? നമുക്ക് ചാടിയിട്ട് കറങ്ങാം ഗൈസ്. നമുക്ക് അങ്ങോട്ട് കയല. പിന്നെ ഇങ്ങോട്ട് തന്നെ നോ. എനിക്ക് നമുക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. നമ്മൾ ഈ വീടാണ് ചൂസ് ചെയ്യണം. ഈ വീട്ടിൽ സ്പേസ് ഇല്ലേ? ഇല്ല. അപ്പോൾ ഈ വീട് ഒരേപോലെ വയ്ക്കില്ലേ. നമുക്കിപ്പോൾ കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. വുഡ് കളക്ട് ചെയ്യാൻ വേറെ വീട്ടിൽ നമ്മൾ പോകണം. നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാം ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ ഈ സാധനം അതിനിടയിൽ നമുക്ക് വുഡ് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. എന്നാൽ പിന്നെ നമുക്ക് വുഡിനെ അങ്ങോട്ട് കളക്ട് ചെയ്തേക്കാം. ഇതാ ഈ സ്ഥലത്ത്. ഇതിൻ്റെ പേരെന്താ ഗൈസ്? ഇതിൻ്റെ പേരെനിക്കറിയില്ല, അത് വേറെ കാര്യം. ഇവിടെ നിന്ന് നമുക്ക് വുഡ് കിട്ടും. വുഡ് പൊട്ടിക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേ ഈ പ്ലാങ്ക്സ് ഉണ്ടാക്കാമല്ലോ. നമുക്ക് നല്ല ബുദ്ധി നിന്നാണ് എൻ്റെ ഒരു ഗൈസ്. അവിടെ കോള് കാണുന്നുണ്ട്. ഇതാ ഈ കൺട്രോളറിൻ്റെ അവിടെ ഗൈസ് ഉണ്ട്. അവിടെ കോള് കാണുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് പൊട്ടിച്ചിടുക. ഇതിടുകണ്ട, വേണ്ട. നമുക്ക് കുറച്ചധികം വുഡ്. വാട്ട് ഈസ് ദിസ് മാൻ? നെക്സ്റ്റ് ഐലൻഡിലാണോ ഇത്? അല്ലല്ല, നമ്മളുടെ വീടിൻ്റെ മുകളിലാണ് ഞാൻ ഈ നിൽക്കണം. യെസ് സാർ. അയ്യോ, ഈ കുന്തത്തിൻ്റെ ഉള്ളിൽ വീണാനെ ഞാൻ. യെസ് ഫുഡിനുള്ള സാധനം കിട്ടുന്നുണ്ട് നമുക്ക്. ഈ സാധനമല്ലേ ഇത്? ഓക്കെ, നമുക്കിത് കിട്ടി. ഇതും പൊട്ടിച്ച് പിന്നെ മുകളിൽ കിടക്കണം ഈ സാധനം പൊട്ടിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം ഇത്ര മതി ഗൈസ്. ഇനി നമുക്ക് നേരെ വുഡ് പിന്നെ പൊട്ടിക്കാൻ നോക്കാം. പ്ലാങ്ക്സ് കൊണ്ട് പൊട്ടിക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പൊട്ടണമെന്ന് സംശയം ഗൈസ്. സംശയമല്ല, പൊട്ടുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പ്ലാങ്ക്സ് വെച്ച് തന്നെ പൊട്ടിക്കുക. കൈ കൊണ്ട് പൊട്ടിക്കുന്നതിന് വേണം പ്ലാങ്ക്സ് കൊണ്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണത്. ആവുന്നില്ലല്ലോ ഗൈസ്. പെട്ടെന്ന് നമ്മൾ പറഞ്ഞത് തെറ്റൊന്നും സംശയം. അങ്ങനെ വരാൻ വഴി ഇല്ലായല്ലേ? അല്ലേ? ഇല്ലായിരിക്കൂലേ? അല്ലേ പറ ഗൈസ്, കമൻറ്റ് ചെയ്യ്. ലൈഫ് പറഞ്ഞില്ല ബ്രോ. നമ്മളുടെ വീട് ഇതായിരുന്നു നമ്മൾ ചൂസ് ചെയ്ത വീട്. എനിക്ക് ഓർമ്മയുണ്ട് ഈ സാധനത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കിട്ടായിരുന്നു. ഓക്കെ, അവിടെ തുറക്കുന്നു, അടക്കുന്നു. ഈ കുന്തമ്മോട് പൊട്ടിച്ചെടുക്കണം ഗൈസ്. ഈ സാധനം നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ സ്പേസ് കിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിച്ചളയും. കിട്ടൂല അല്ലേ പൊട്ടിച്ചാൽ? ആ ഭാഗ്യം. നമുക്കിന്ന് കൈ വെച്ചിട്ട് എന്തിട്ടാനാണ് വെറുതെ. ഓപ്പൺ ഇൻവെൻറ്ററി ടു സീ ക്രാഫ്റ്റിംഗ് റെസിപ്റ്റ്സ്. നമുക്കറിയാം ബ്രോ, നമ്മൾ പ്രോ ആണ്. വി ആർ പ്രോ ഗൈസ്, വി ആർ പ്രോ. കുറച്ച് ടൈം പിടിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്.
പിന്നെ അങ്ങനെ കൈ കൊണ്ടല്ല പൊടിക്കണം, വെറുതെ അല്ല. ഓക്കെ, നമുക്ക് ആദ്യം പ്ലാങ്ക്സ്. വേഗം എടുക്ക്. കുറേ ആവശ്യമുണ്ട് നല്ലോണം ആവശ്യമുള്ള സാധനം. ഓക്കെ, 49 എണ്ണം കിട്ടി. നമുക്കിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇനി നമ്മുടെ പണി മൊത്തം ക്രാഫ്റ്റിംഗ് ടേബിളിലാണ് ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം, ഇവിടെ വെക്കാം, ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോവാം. നമുക്ക് ഡോറൊക്കെ എന്തിനുണ്ടാക്കണം ഗൈസ്? നമ്മുടെ ഇരിക്കുന്ന ഡോറ് സ്റ്റിക്ക്. ഇതെന്ത് സാധനം ഗൈസ്? ഇതെന്താ വുഡൻ ബ്രോ? ഞങ്ങൾക്ക് ക്രാഫ്റ്റ് വേൾഡാണ് കളിച്ചുകൊണ്ടിരുന്നത്. ക്രാഫ്റ്റ് വേൾഡിലേ ഇല്ലാത്ത പലതരം സാധനങ്ങളുണ്ട് ഇതിൽ. നോക്ക്, വുഡൻ സ്ഫിയറാ. ഇതെന്താണ് സാധനം ഗൈസ്? ബ്രോ, മൈൻക്രാഫ്റ്റ് ട്രയൽ സീനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനി മൈൻക്രാഫ്റ്റ് ട്രയൽ കളിക്കണോ അതോ നമ്മുടെ ക്രാഫ്റ്റ് വേൾഡ് കളിക്കണോ നിങ്ങൾ പറ. സ്ഫിയർ ഒന്നും ഉണ്ടാക്കി വെക്കാം, എന്താണ് ഗുണം എന്നറിയാലോ ഗൈസ്. സ്ഫിയർ ഇപ്പം ചെയ്യാനുള്ള ഞാൻ എന്നിട്ട് അടുത്തേക്കൊന്നാവില്ല, കുത്തിക്കൊല്ലു, അത്രേ ഉള്ളൂ. എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. അയ്യോ, വിശക്കണം. വെറുതെ അല്ല ഹെൽത്ത് കൂടാത്ത ഗൈസ്, നമ്മൾ വിശന്നിരിക്കും. നമുക്ക് സ്ഫിയറും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങല്ലേ ഗൈസ്? രാത്രിയായാ? ഇല്ല ഗൈസ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം. മറ്റേ സ്ഥലമില്ലേ, ഏതോ ഒരു സ്ഥലമില്ലേ, ആ സ്ഥലം തന്നെ ആ സ്ഥലം. പക്ഷേ ഈ സ്ഥലമല്ല ആ സ്ഥലം. ചടർമണി എന്തൊരു ഗ്ലിച്ച് ഉണ്ടല്ലേ. എത്ര അക്കം നോക്കിയിട്ടാണില്ല. കണ്ട അതൊക്കെ സ്റ്റെക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും കിട്ടുന്നത് ചെസ്റ്റ് ഉണ്ട് ഗൈസ്. അത് ഞാൻ വി ഗോട്ട് ദ ആവശ്യമുള്ള സാധനമാണ് ഗൈസ്. അത്രേ ഉള്ളൂ. ലെതർ ബൂട്ട്സും ലെതർ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലോസ്. വേണ്ട. നമ്മൾ ഇതെന്താണ് എടുത്തത്? നമ്മുടെ പിക്കാക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ടെക്നോളജിയ നമ്മളിത് പൊട്ടിച്ചെടുക്കുകയാണ്. എനിക്ക് തോന്നണേ അപ്പം നമുക്ക് മൈൻക്രാഫ്റ്റ് ട്രൈ ചെയ്യാമല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ സാധനം കിട്ടും ഗൈസ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേ സ്പൈ ഗ്ലാസ് ഏതാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി നിങ്ങളൊന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്, കമൻറ്റ് ബിലോ. ഓക്കെ, ഈ സാധനം എനിക്ക് എന്തിനാണ്? ഇതൊന്നും വേണമെങ്കിൽ പോ. എനിക്ക് സാധാ കോബിൾ സ്റ്റോൺ അവിടെ ഒന്നും കിടക്കണം, എടുക്കടാ മുനി. ഓക്കെ, നമുക്ക് സാധാ കോബിൾ സ്റ്റോൺ മതി ഗൈസ്. ഇനി ചെസ്റ്റ് ഇടുന്ന സ്ഥലം നമുക്ക് നോക്കണം ഗൈസ്. ചെസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനം. നമുക്ക് കുറച്ചും കൂടി വുഡ്സ് ആണ്, അത് വേറെ കാര്യം. നമ്മൾ ആക്സ് ഉണ്ടാക്കി വെച്ചാൽ വുഡ് എടുക്കാനായിട്ടാണ്. അങ്ങനെ നമുക്ക് വുഡ് എടുത്തിട്ട് തരാം. ആക്സ് എവിടെ? നമ്മുടെ ഈ ഹോട്ട് ബാറില്ലേ, ഈ നമ്മുടെ പിക്കാസും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സാധനം, അത് ഹോട്ട് ബാർ. അതന്നെ, ഹോട്ട് ബാർ കുറച്ച് ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് മൈൻക്രാഫ്റ്റ് ട്രയലിൽ ചെറുതായേക്കണമെന്ന് എനിക്കറിയില്ല. ക്രാഫ്റ്റ് വേൾഡ് അങ്ങനെയല്ലല്ലോ, ചെറുതല്ല തുറക്കണം. ചെറുതല്ല എന്നാണ് എൻ്റെ ഒരു അതിതായിരിക്കും ഇത് എന്നാണ് ഞാനൊരു വിചാരിക്കുന്ന ഇത്. അതിതായാൽ മതിയായിരുന്നു ഇത് ഗൈസ്. നമ്മുടെ രാത്രി ആവാനുണ്ടോ? രാത്രി ആവാനത്തേക്ക് എല്ലാവരും ഓടി. യെസ്, ബ്രെഡ് ബ്രെഡുകളിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. കോബ്രസ്റ്റ് ബ്രോ, സ്റ്റോൺ സ്ഫിയറാ. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് അറിയൂല, അതാണ് ഞാൻ പറഞ്ഞിട്ട്. യെസ്, ഇതുണ്ടാക്കണം നമുക്ക്. അതിന് മുമ്പ് ഇത് ഇവിടെ വെക്കാം, ഇതും ഇവിടെയും വെക്കാം. അപ്പോൾ എത്രയായി നമുക്ക്? 1.5 ഓൺലി. കുഴപ്പമില്ല. നമുക്ക് ചെസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കി. നമുക്ക് ഇത് ഫർണേസിൻ്റെ ആവശ്യമില്ല നമുക്ക് ശരിക്കും, അതുകൊണ്ട് ഞാൻ ഫർണേസ് ഉണ്ടാക്കുന്നില്ല. അയ്യോ, സ്റ്റോൺ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കണം. പിക്കെക്സ് ഉണ്ടാക്കി കഴിഞ്ഞാലേ വേറെ
ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഗൈസ്. പിക്കാക്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാക്കണ്ട ഗൈസ്. നമുക്കേ ഉറങ്ങി എണീക്കണം. ഓക്കെ, ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് അറിയാലോ അതന്നെ അവിടെ കാര്യം ചെയ്യണം ഗൈസ്. ഉറങ്ങി എണീറ്റാലേ നമുക്ക് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഉറങ്ങി എണീറ്റുണ്ട് ഗൈസ്. ഓക്കെ, ഇതെന്താണ് ഇവിടെ അടിച്ച പിള്ളേർ മറ്റേ വന്നത്. ഓക്കെ, സ്ഫിയർ പിടിച്ച് നമ്മളിവിടെ ഇറങ്ങണം ഗൈസ്. തണ്ടർ സ്റ്റോം ഒന്നും കാണില്ലല്ലോ ഗൈസ്. നമുക്ക് ഇവനെന്താ ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് അറിയാലോ. ഇവനടിച്ചോക്കാം. ഒന്നും മനസ്സിലായില്ല ഗൈസ്, ഒന്നും നടന്നില്ല എന്ന് തോന്നണേ. നമുക്ക് ഇവിടെ നിന്ന് കോബിൾ സ്റ്റോൺസ് പൊട്ടിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ മൈൻ ചെയ്ത് പോകും ഗൈസ്. മൈൻ അവിടെ എന്തോ കാണണ്ടല്ലോ ഞാൻ ഗൈസ്. കോപ്പർ വി ഫൗണ്ട് ദ കോപ്പർ ഗൈസ്. സോ കോപ്പർ നമുക്ക് അയോൺ കൊണ്ട് പൊട്ടിച്ചാലേ കിട്ടുമോ അറിയില്ല ഗൈസ്. നമുക്കൊന്ന് നോക്കി നോക്കാം. കിട്ടില്ല. അപ്പോൾ നമ്മൾ കോപ്പർ അയോൺ കൊണ്ട് പൊട്ടിക്കണം. അയൺ കൊണ്ട് മീൻസ് സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് പൊട്ടിക്കണം ഗൈസ്. എന്നാലേ നമുക്ക് കോപ്പർ കിട്ടുള്ളൂ. കോവച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. കുറച്ച് അടിക്ക് മൈൻ ചെയ്താൽ നമുക്ക് അയൺ കിട്ടുള്ളൂ, അത് വേറെ കാര്യം. ഓക്കെ, നമുക്കിനി ഇവിടെ മൈനിങ് ചെയ്യണോ അതോ അവിടെ തന്നെ മൈൻ ചെയ്താൽ മതിയോ? അവിടെ തന്നെ ചെയ്യാല്ലേ. അയ്യോ, സ്കെലട്ടൺ ബ്രോ, ദർ ഇസ് സ്കെലട്ടൺ ഗൈസ്. ഇനി it's the time to use our sphere guys. സ്ഫിയർ ഉണ്ട് എന്താ ഗുണമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ എം ഗോയിങ് ടു kill you bro. You die. എന്താ പറ്റിയേ? അയ്യോ, ഞാനിപ്പോൾ ചാവും ബ്രോ. ഞാനും ചത്ത്. ഇല്ല, അവൻ ചത്തില്ല. അത് ഗ്ലിച്ച് അടിച്ചടാ, അത് പ്രശ്നം പറ്റിയ ബ്രോ. വാട്ട് ഈസ് ദിസ് മാൻ? നമ്മുടെ സ്റ്റോൺസ് കോബിൾ സ്റ്റോണൊക്കെ അതിലിരിക്കുക. ഓനും നമ്മളുടെ കോബിൾ സ്റ്റോൺ മാത്രമല്ല, ഇപ്പോഴും അവനവിടെ ഉണ്ട് ബ്രോ. ഇനി ഞാൻ എങ്ങനെ അവനെ തീർക്കുമെന്ന് എനിക്കറിയാത്ത. സ്ഫിയറൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കൊല്ലാം. അത്രേ ഉള്ളൂ. അന്ത പയർക്കുവാനേ, അന്ത പയർക്കടാ. എവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു, ഒന്നും മിസ്സാക്കണ്ട. എല്ലാം കുറച്ച് ഇതൊക്കെ എന്തിനാണ് ഞാൻ ഇതൊക്കെ എല്ലാം എടുക്കാം. നമുക്ക് അത്രേ ഉള്ളൂ. നമ്മുടെ സാധനം, നമ്മളുടെ ഐറ്റം, അതത്രേ ഉള്ളൂ. എന്നോട് കളി മോനെ, എന്നോട് കളിക്കാൻ നിൽക്കണ്ട നീ. അവനില്ലേ അവൻ സ്കെലട്ടനെ എന്നോട് കളിക്കാൻ നിൽക്കുകയാണ് ഗൈസ്. കോബിൾ സ്റ്റോൺ എടുത്ത് വെക്കാം. കോബിൾ സ്റ്റോൺ ഐറ്റംസ് ഉണ്ടാക്കിയാലോ നമുക്ക്. പിന്നെ കോബിൾ സ്റ്റോണിൻ്റെ ഐറ്റംസ് തന്നെ കൂടി ഉണ്ടാക്കി വെക്കുക ഗൈസ്. ഓക്കെ, ഇത് ഗൈസ് എല്ലാം ഉണ്ടാക്കാനുള്ള ഉണ്ടാവും നമ്മുടെ കോബിൾ സ്റ്റോൺ. ഇതൊരെണ്ണം ഉണ്ടാക്കിയ ബ്രോ ഓ വെയിറ്റ് ഗൈസ്, നമ്മുടെ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കാം ബ്രോ. വാട്ട് ഈസ് ദിസ് മാൻ? കൂൾ, സോ കൂൾ ബ്രോ. ഓക്കെ, നമുക്ക് മൈൻ ചെയ്യാനായിട്ട് നമ്മൾ 2 പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് പോവാ, ഇത് നമ്മൾക്കൊന്നും കൂടി ഇടാം. ആൻഡ് നമ്മളിതിൽ പോയിട്ട് നമുക്ക്
ഇത് ഇവിടെ വെക്കണം. ആൻഡ് ദിസ് വൺ ഓക്കെ. ബട്ട് ഈ സാധനങ്ങൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ നമുക്കിത് ഇതും ഇപ്പോൾ യൂസിന് ഉപയോഗിക്കാം ഗൈസ്. ഓക്കെ, സ്ഫിയറും. സോ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ചെസ്റ്റിൽ പോയിട്ട് കോബിൾ സ്റ്റോൺ ഐറ്റംസ് ഒക്കെ ചെസ്റ്റിലെടുത്ത് വെക്കാം. അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചത്തിട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് 2 ബോ കിട്ടി, ഏറോവും കിട്ടി. യെസ്, നമുക്ക് ഒരെണ്ണം എടുത്ത് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെക്കാം. എടുത്ത് ഇവിടെ വെക്കാം. ഇതെടുത്ത് ഇവിടെ വെക്കാം. ഇതെടുത്ത് ഇവിടെ വെക്കാം. എടുത്ത് ഇവിടെ വെക്കാം. എടുത്ത് ഇവിടെ വെക്കാം. എടുത്ത് ഇവിടെ വെക്കാം. എടുത്ത് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. വാ, സ്ഫിയർ എടുത്ത് കൈ പിടിച്ചോ. ഗോ പ്ലീസ്. ഓക്കെ ഗൈസ്, നമ്മളെ ലോങ് വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ടാണ് ഇത്ര നേരം വെച്ചേട്ടോ. നിങ്ങൾക്ക് ബോറാവുമെന്ന് എനിക്കറിയാം. സോ ഞാൻ കുറച്ചും കൂടെ ആയിട്ട് വേറെ വീഡിയോ എടുക്കാം ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓൾ ഓഫ് യു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.